ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലെ ലാസ്റ്റ് ബ്ലോക്കിൽ, അതായത് 6ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. കേട്ടോ, പല സബ്ജക്റ്റുകളുടെയും നോട്ട്സ്, മലയാളം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക അതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് വാട്സപ്പിൽ വരുമ്പോൾ അറിയിക്കുക. അതേപോലെ അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയ്ഡായിട്ട്. നമുക്കിതിൽ 2 യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ ഹിസ്റ്ററി കഴിഞ്ഞു. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 5ാമത്തെ പിന്നെ ഒരു യൂണിറ്റ് കൂടി അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി കഴിഞ്ഞു. കേട്ടോ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 6ാമത്തെ ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് റൈസ് ഓഫ് ന്യൂ പവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ പുതിയ അധികാരവർഗ്ഗങ്ങളുടെ അല്ലെങ്കിൽ പുതിയ രാജഭരണങ്ങളുടെ ഉയർച്ചയാണ് ഈ അധ്യായത്തിൽ വരുന്നത്. ഇതിൽ 1 വേർഡ് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന്ന് വരാനില്ല. പക്ഷേ മൊത്തത്തിലൊന്ന് പറയാം, അധ്യായത്തിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം. അതിലാദ്യം വരുന്നത് പല്ലവാസാണ്. പല്ലവ ഡൈനാസ്റ്റി അല്ലെങ്കിൽ പല്ലവ രാജവംശന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആധുനിക കാലത്തെ ആർക്കോട്ടിലെ വടക്കേ ഭാഗം അല്ലെങ്കിൽ വടക്കും തെക്കും ഭാഗം, അതുപോലെ തഞ്ചാവൂർ, തൃശ്ശിനാപ്പള്ളി, മദ്രാസ് എന്നീ പ്രദേശങ്ങൾ CE 275-നും 897-നും ഇടയിൽ ഭരിച്ചിരുന്നവരാണ് പല്ലവ ഭരണാധികാരികൾ. ഈ പ്രദേശം എന്ന് പറയുന്നത് പെണ്ണാർ പെള്ളാർ നദികൾക്കിടയിലുള്ള പ്രദേശങ്ങളാണ്. പല്ലവ എന്ന പദത്തിൻ്റെ അർത്ഥം വള്ളിച്ചെടി എന്നാണ്. ഇത് തമിഴ് പദമായ തൊണ്ടയുടെ സംസ്കൃത പതിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. പല്ലവരുടെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ഏക അഭിപ്രായമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ആളുകൾ, ചരിത്രകാരന്മാർ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരാണ്. ഇനി അതിലെ ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. കേട്ടോ, സിംഹവിഷ്ണു ആദ്യത്തേത്. 6ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ പല്ലവ രാജവംശത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ നേട്ടങ്ങളുടെ ഘട്ടം സിംഹവിഷ്ണുവിൻ്റെ ഭരണത്തോട് കൂടിയിട്ട് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പല്ലവ ആധിപത്യം കാവേരി വരെ വ്യാപിച്ചു. സംഘകാലത്തിന് ശേഷമുള്ള തമിഴകത്തിൻ്റെ പല പ്രദേശങ്ങളും കൈവശപ്പെടുത്തിയ കളഭ്രന്മാരെയും അദ്ദേഹം പരാജയപ്പെടുത്തി. അങ്ങനെ കണക്കാക്കുന്നതാണ്, ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ്. നമുക്കതിൽ യാഥാർത്ഥ്യം എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ല. മഹാബലിപുരത്ത് പല്ലവ കലയും വാസ്തുവിദ്യയും ആരംഭിച്ചതും സിംഹവിഷ്ണുവാണ്. അവിടെ ഒരു 1 വേർഡായില്ലേ. ഇനി അടുത്തതാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. സിംഹവിഷ്ണുവിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മഹേന്ദ്രവർമ്മൻ അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പല്ലവ ചാലൂക്യ സംഘർഷം ആരംഭിച്ചത്. ഐഹോൾ ലിഖിതമനുസരിച്ച് മഹേന്ദ്രവർമ്മനെ ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തി. മത്തവിലാസ പ്രഹസനം എന്ന സംസ്കൃത കൃതിയിൽ അദ്ദേഹം ബുദ്ധമതക്കാരുടെയും അതായത് ശിവഭക്തരുടെയും ചില ആചാരങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് പ്രശസ്ത ശൈവഭക്തനായ അക്ബർ സ്വാധീനിച്ചതിനെ തുടർന്ന് അദ്ദേഹം ശൈവമതത്തിൻ്റെ അനുയായിയായി മാറി. ദക്ഷിണേന്ത്യയുടെ ആദ്യത്തെ ഗുഹാക്ഷേത്രം, അതായത് റോക്കട്ട് ക്ഷേത്രം ക്ഷേത്രവാസ്തുവിദ്യ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. മഹേന്ദ്രവർമ്മൻ ഒന്നാമനാണ്. വാസ്തുവിദ്യ അതുപോലെ തന്നെ രാജാവ് പണ്ഡിതന്മാരെ ആദരിക്കുകയും ചെയ്തിരുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ദൈവങ്ങളെ ബഹുമാനിക്കാൻ അദ്ദേഹം ക്ഷേത്രങ്ങൾ പണിതു. മഹേന്ദ്രവാടി എന്ന പേരിൽ ഒരു വിഷ്ണു ക്ഷേത്രം അദ്ദേഹം നിർമ്മിച്ചു. കുടുമിയ മലൈ ലിഖിതം പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. ഇനി നരസിംഹവർമ്മൻ ഒന്നാമൻ, അടുത്ത ഭരണാധികാരി. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ പിൻഗാമിയായിട്ട് നരസിംഹവർമ്മൻ ഒന്നാമൻ ചാലൂക്യരുമായിട്ട് പോരാട്ടം തുടർന്നു. അദ്ദേഹം പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തി കൊല്ലുകയും അവരുടെ തലസ്ഥാനമായ വാതാപി പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ചാലൂക്യ രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗം പിടിച്ചടക്കിയ അദ്ദേഹം വാതാപി കൊണ്ട എന്ന പേര് സ്വീകരിച്ചു. വാതാപി കൊണ്ട പറഞ്ഞാൽ വാതാപി കൊണ്ടവൻ, വാതാപി കയ്യിലാക്കിയവൻ എന്നർത്ഥമാണ്. കേട്ടോ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹുയാൻസാങ് പല്ലവ പ്രദേശം സന്ദർശിച്ചു. മഹാബലിപുരം പട്ടണത്തിൽ അനേകം ഏകശിലാ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നരസിംഹവർമ്മൻ ഒന്നാമൻ പല്ലവ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മരാജ രഥമാണ് അദ്ദേഹം നിർമ്മിച്ചതിൽ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സംഭാവനകൾ പല്ലവർക്ക് മഹത്വം നേടിക്കൊടുക്കുകയും ആ കാരണത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. നരസിംഹവർമ്മൻ ഒന്നാമൻ. ഇനി അടുത്ത ഭരണാധികാരിയാണ് പരമേശ്വരവർമ്മൻ ഒന്നാമൻ. പരമേശ്വരവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് പല്ലവ ചാലൂക്യ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ചാലൂക്യ രാജാവായ വിക്രമാദിത്യ ഒന്നാമൻ അവരെ ആക്രമിച്ച് അവരുടെ തലസ്ഥാനമായ കാഞ്ചി പിടിച്ചടക്കിയപ്പോൾ പല്ലവർക്ക് വലിയ തിരിച്ചടി നേരിട്ടതായിട്ട് ചാലൂക്യ രേഖകളിൽ കാണുന്നുണ്ട്. എന്നാൽ പല്ലവരുടെ രേഖകളിൽ കാണുന്നത് ഈ അവകാശവാദം അവർ തർക്കിക്കുകയാണ്. വിക്രമാദിത്യൻ പരാജയപ്പെട്ടുവെന്നും രണരാസിക നഗരം, അതായത് ബാദാമി, നശിപ്പിക്കപ്പെട്ടുവെന്നും പരാമർശിക്കുന്നുണ്ട്. പരമേശ്വരവർമ്മൻ ഒന്നാമൻ ശിവൻ്റെ ഒരു ആരാധകൻ കൂടി ആയിരുന്നു.
ഇനി അടുത്ത ഭരണാധികാരിയാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ. നരസിംഹവർമ്മൻ രണ്ടാമൻ രാജസിംഹ അഥവാ രാജാക്കന്മാരിൽ സിംഹം, അതുപോലെ ആഗമപ്രിയ, ശില്പങ്ങളുടെ പ്രിയൻ, ശങ്കരഭക്ത അഥവാ ശിവഭക്തൻ എന്നീ സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു. ഇദ്ദേഹം നിരവധി വാസ്തുവിദ്യാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രം, കാഞ്ചിയിലെ തന്നെ ഐരാവത ക്ഷേത്രം എന്നിവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. അദ്ദേഹം ചൈനയിലേക്ക് ഒരു അംബാസഡർ അയച്ചുവെന്നും ചൈനീസ് ചക്രവർത്തി കാഞ്ചിയിലേക്കും തിരിച്ചൊരു അംബാസഡർ അയച്ചുവെന്നൊക്കെ ലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് പുറത്തുള്ള നല്ല നയതന്ത്ര ബന്ധത്തെ, അദ്ദേഹത്തിൻ്റെ കാലത്തെ നല്ല നയതന്ത്ര ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഭരണാധികാരിയാണ് പരമേശ്വരവർമ്മൻ രണ്ടാമൻ. ഇദ്ദേഹം ഏകദേശം 8 വർഷം ഭരിച്ചിട്ടുണ്ട്. വിക്രമാദിത്യ രണ്ടാമൻ്റെ ചാലൂക്യ ആക്രമണത്തെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചാലൂക്യ രാജാവിന് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി എന്ന് ചില സ്രോതസ്സുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം വിലാണ്ടയിലെ യുദ്ധത്തിൽ ഗംഗാ ഭരണാധികാരികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടു. അതായത് ഗംഗാ ഭരണാധികാരികൾ ആരെ വധിച്ചു? പരമേശ്വരവർമ്മൻ രണ്ടാമനെ വധിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം നശിപ്പിക്കപ്പെട്ടു എന്നും അരാജകത്വത്തിനിടയായി എന്നും ഒക്കെയാണ് രേഖകളിൽ പരാമർശിക്കുന്നത്. ഇനി നന്ദിവർമ്മൻ രണ്ടാമൻ പരമേശ്വരവർമ്മൻ രണ്ടാമൻ്റെ മരണശേഷം പല്ലവ ഭരണാധികാരിയായിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇരുട്ടിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പിന്നെ ശേഷം നല്ലൊരു ഭരണം പല്ലവർക്കുണ്ടായിട്ടില്ല എന്നതാണ്. ചാലൂക്യരുടെയും പാണ്ഡ്യരുടെയും രാഷ്ട്രകൂടരുടെയൊക്കെ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. രാഷ്ട്രകൂടരുമായി പിന്നെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 2 രാജവംശങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയും അതുപോലെ തന്നെ വിവാഹബന്ധത്തിനു ശേഷം സ്ഥിതി പഴയ രീതിയിലായി എന്നും പറയുന്നുണ്ട്. വാസ്തുവിദ്യയുടെ രക്ഷാധികാരിയായിരുന്ന ഇദ്ദേഹം കാഞ്ചിയിലെ മുക്തേശ്വര ക്ഷേത്രവും വൈകുണ്ഠ ക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു. ഇനി അപരാജിത പല്ലവ. അറിയപ്പെടുന്ന പല്ലവ രാജാക്കന്മാരിൽ അവസാനത്തേതാണ് ശ്രീപറമ്പിയം യുദ്ധത്തിൽ പാണ്ഡ്യൻ രാജാവായ വരുണൻ രണ്ടാമനെ പരാജയപ്പെടുത്തിയ അപരാജിത പല്ലവൻ. എന്നാൽ പിന്നീട് 9ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ചോള ഭരണാധികാരിയായ ആദിത്യനാൽ പരാജയപ്പെട്ടു. അപരാജിത പല്ലവൻ പരാജയപ്പെടുത്തപ്പെട്ടു. അതായത് അവിടെ എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയിൽ നിന്ന് രക്ഷ നേടിയ അപരാജിതൻ മറ്റൊരു ഭരണാധികാരിയാൽ പരാജയപ്പെടുത്തപ്പെട്ട് വധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് പാണ്ഡ്യന്മാരെക്കുറിച്ചാണ്. ആധുനിക ജില്ലകളായ മധുര, ടിന്നവല്ലി, തൃശ്ശിനാപ്പള്ളിയുടെ ഭാഗവും തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളും പാണ്ഡ്യന്മാരുടെ കൈകളിലുള്ള ഭരണപ്രദേശങ്ങളായിരുന്നു. 7 മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള പാണ്ഡ്യരുടെ കാലം ചരിത്രരേഖകളിൽ നിന്ന് അത്രയ്ക്കങ്ങോട്ട് വ്യക്തമല്ല. ഇനി ആരൊക്കെയാണ് അതിലെ പ്രഗത്ഭരായ ഭരണാധികാരികൾ? ഒന്ന് കടുഞ്ചോൺ. കളബ്ര അധിവേശം അവസാനിപ്പിച്ചതിന് കടുങ്കോൺ പാണ്ഡ്യരാജ്യത്ത് അതായത് കളബ്രരുടെ ഭരണം തുടച്ചു നീക്കാൻ സഹായിച്ച ഒരു പാണ്ഡ്യ ഭരണാധികാരിയാണ് കടുങ്കോൺ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പിന്നെ മാരവർമ്മൻ അടുത്ത ഭരണാധികാരി. കടുങ്കോൻ്റെ പിൻഗാമിയായിട്ട് മാരവർമ്മൻ അധികാരത്തിൽ വന്നു. സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ഇദ്ദേഹമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അരികേസരി പരങ്കുശ മാരവർമ്മൻ. ഇദ്ദേഹം ഇതിഹാസമായ നിശിമാരൻ അല്ലെങ്കിൽ കുൻപാണ്ഡ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം ചേരന്മാരെയും പല്ലവരെയും പരാജയപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടേതായ ഒരു സാമ്രാജ്യത്വ വിപുലീകരണ നയം അദ്ദേഹം തുടർന്നു. തുടക്കത്തിൽ ജൈനമത വിശ്വാസിയായിരുന്ന ഇദ്ദേഹം പിന്നീട് ശൈവമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി കോച്ചടയൻ രണാധിരൻ അടുത്ത ഭരണാധികാരി. അംബാസമുദ്രത്തിനടുത്തുള്ള ടിന്നവേലിയും തിരുവിതാംകൂറിനും ഇടയിലുള്ള മലപ്രദേശമായ മടരൂരിൽ ഒരു സൈനിക മേധാവിയെ സ്ഥാനഭ്രഷ്ടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹം കൊങ്കുദേശം കീഴടക്കി കൊങ്കാർ കോമൻ എന്ന പദവി സ്വീകരിച്ചു. മംഗലാപുരത്ത് വെച്ച് അദ്ദേഹം മഹാരഥന്മാരെ വിജയകരമായിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനി മാരവർമ്മൻ രാജസിംഹൻ ഒന്നാമൻ. പല്ലവരുമായി ഒരു നീണ്ട യുദ്ധം നടത്തി വന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു മാരവർമ്മ രാജസിംഹൻ ഒന്നാമൻ. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പല്ലവ രാജാവിനെ പരാജയപ്പെടുത്തുകയും നന്ദിപുരയിൽ ഉപരോധിക്കുകയും പല്ലവ പദവി ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പല്ലവ തലവൻ ഉദയചന്ദ്രൻ്റെ വരവോട് കൂടിയിട്ട് പല്ലവൻ മേൽക്കൈ നേടുകയും അദ്ദേഹം രാജാവായ നന്ദിവർമ്മനെ രക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. കൊങ്കുദേശങ്ങളിലെ കൊടുമുടി പ്രദേശം കീഴടക്കുകയും ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമനെ പരാജയപ്പെടുത്തിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇനി നെടുഞ്ചെളിയൻ വരഗുണ ഒന്നാമൻ. പാണ്ഡ്യരുടെ ഏറ്റവും വലിയ സാമ്രാജ്യത്വവാദി എന്ന് ആണ് നെടുഞ്ചെളിയൻ വരഗുണ ഒന്നാമനെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം കൊങ്കുദേശ പ്രദേശം പൂർണ്ണമായിട്ടും കീഴടക്കി. തഞ്ചാവൂർ, തിരുച്ചിപ്പള്ളി,
സേലം, കോയമ്പത്തൂർ എന്നിവിടെയും തെക്കൻ തിരുവിതാംകൂറിൻ്റെയും അതുപോലെ പരമോന്നത ഗുരു എന്ന പേരിലാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി മാരവർമ്മൻ ശ്രീരാമ ശ്രീവല്ലഭ. തൻ്റെ പിതാവായ വരഗുണനെ പോലെ കീഴടക്കാനുള്ള ആക്രമണോത്സുക നയമാണ് ഇദ്ദേഹവും പിന്തുടർന്നിരുന്നത്. ഇന്നത്തെ കുംഭകോണം ജില്ലയിലെ കൊടുമുക്കിൻ, ഗംഗ, ചോള, പല്ലവർ, കലിംഗ, അതുപോലെ മഗധ എന്നിവർ ചേർന്ന് രൂപീകരിച്ച ഒരു സമ്പൂർണ്ണ സഖ്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി. എങ്കിലും പല്ലവർ തളരാതെ പോരാട്ടം തുടരുകയും ആധുനിക വാണ്ടിവാശിനടുത്തുള്ള തെള്ളരുവിൽ പാണ്ഡ്യർക്കെതിരെ വിജയിക്കുകയും ചെയ്തു. ഇനി വരഗുണവർമ്മൻ രണ്ടാമൻ. ചോളരെ ആക്രമിച്ച് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ചോള, ഗംഗ, പല്ലവ സംയുക്ത സൈന്യം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഈ പരാജയം പാണ്ഡ്യരാജ്യത്തിന് വളരെയധികം നാശങ്ങളും വരുത്തിവെച്ചു. ഇനി മാരവർമ്മൻ രാജസിംഹൻ രണ്ടാമൻ. പ്രാന്തകൻ്റെ പുത്രനായ ഇദ്ദേഹം ചോളരെ കീഴടക്കാൻ സിലോൺ രാജാവിൻ്റെ സഹായം തേടാൻ ശ്രമിച്ചെങ്കിലും വെല്ലൂരിൽ നടന്ന വിനാശകരമായ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മാരവർമ്മൻ സിലോണിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് കേരളത്തിൽ താമസമാക്കുകയും ചെയ്തു എന്നാണ് രേഖകളിൽ കാണുന്നത്. ഈ തോൽവിയാണ് പാണ്ഡ്യരെ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതിലേക്കും ചോളരുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതിലേക്കും നയിച്ചത്. പിന്നീട് നിരവധി ഭരണാധികാരികൾ മാറി മാറി ഭരിച്ചെങ്കിലും ഒടുവിൽ പാണ്ഡ്യരാജ്യം ഹൊയ്സാലരുടെ കൈകളിലാവുകയും അവർ ഹൊയ്സാലരുടെ സാമന്തന്മാരായിട്ട് തരം താഴുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇനി ചാലൂക്യ രാജവംശത്തെക്കുറിച്ച്. 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ഡെക്കാനിലെ ഒരു പ്രമുഖ ശക്തിയായിരുന്നു ചാലൂക്യന്മാർ. പിന്നീട് വീണ്ടും 10 മുതൽ 12 വരെ നൂറ്റാണ്ടുകളിൽ ആദ്യകാല ചാലൂക്യർ അധികാരത്തിലുണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇവരെ രാഷ്ട്രകൂടർ പുറത്താക്കി. ബാദാമി എന്നും അറിയപ്പെടുന്ന വാതാപിയായിരുന്നു ചാലൂക്യരുടെ തലസ്ഥാനം. 10-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ രാഷ്ട്രകൂടർ അവിടെ ഭരണം തുടർന്നു. ചാലൂക്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇനി അവരുടെ ഭരണാധികാരികളെ കുറിച്ച്. ഒന്നാമത് പുലികേശി ഒന്നാമൻ. ചാലൂക്യരുടെ ആദ്യത്തെ പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു പുലികേശി ഒന്നാമൻ. രാജവംശത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന ഇദ്ദേഹത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. മഹാരാജാവ് എന്ന അതായത് ആ ഒരു പദവി ആദ്യം വിളിച്ചത് ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തിന് സതി സോറൈസ്, രണവിക്രമ, വല്ലഭ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ഉണ്ടായിരുന്നു. അശ്വമേധ, ഹിരണ്യഗർഭ, വാജപേയ, അതുപോലെ അഗ്നിജായന തുടങ്ങിയ യാഗങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബാദാമി അഥവാ വാതാപി കോട്ടയുടെ അടിത്തറ അദ്ദേഹം സ്ഥാപിച്ചു. ഇനി കീർത്തിവർമ്മൻ ഒന്നാമൻ. പുലികേശി ഒന്നാമന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കീർത്തിവർമ്മൻ ഒന്നാമൻ അധികാരത്തിൽ വന്നു. അദ്ദേഹം വാതാപിയുടെ ആദ്യ നിർമ്മാതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം നഗരത്തെ ക്ഷേത്രങ്ങളാൽ മനോഹരമാക്കിയതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. സുവർണ അതുപോലെ അഗ്നിയാൽ ഹോമയാഗങ്ങൾ പൂർത്തിയാക്കിയ വ്യക്തിയാണ് നമ്മുടെ കീർത്തിവർമ്മൻ ഒന്നാമൻ. ഇനി മംഗളേശൻ. കീർത്തിവർമ്മൻ ഒന്നാമൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മംഗളേശൻ അധികാരത്തിൽ വന്നു. അദ്ദേഹത്തെ ഭാഗവതൻ അഥവാ മഹാവിഷ്ണുവിൻ്റെ ഭക്തൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കലച്ചൂരിലെ രാജാവായ ബുദ്ധനെ പരാജയപ്പെടുത്തിയതും രേവതി ദ്വീപ് കീഴടക്കിയതും അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശംസിക്കപ്പെട്ട 2 നേട്ടങ്ങളാണ്. ഏതാണ്ട് മുഴുവൻ മധ്യഭാഗവും വടക്കും മറാത്ത രാജ്യവും അദ്ദേഹം തൻ്റെ അധീനതയിലാക്കി. കീർത്തിവർമ്മൻ ഒന്നാമൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ പുലികേശി രണ്ടാമനും തമ്മിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ യുദ്ധം മംഗളേശൻ്റെ മരണത്തിലും പുലികേശി രണ്ടാമൻ്റെ സിംഹാസന ആരോഹണത്തിലും കലാശിച്ചു. ഇനി പുലികേശി രണ്ടാമൻ. ചാലൂക്യ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു പുലികേശി രണ്ടാമൻ. ഇദ്ദേഹത്തിന് കീഴിൽ ചാലൂക്യ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായി. ഗംഗാ ഭരണാധികാരിയുടെ മകളെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം ഗംഗാ വിഭാഗവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. ഇദ്ദേഹം ഹർഷവർദ്ധനുമായി സമ്പർക്കത്തിൽ വന്നു. ഐഹോളിലെ ലിഖിതത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പല നേട്ടങ്ങളും വിവരിച്ചിട്ടുള്ളത്. ചേരരും പാണ്ഡ്യരുമായി ഇദ്ദേഹം സൗഹൃദബന്ധം സ്ഥാപിച്ചു. ഈ കൂട്ടുകെട്ട് അദ്ദേഹത്തെ ഡക്കാനിലെ പരമാധികാരിയാക്കി മാറ്റി. ഇദ്ദേഹത്തിൻ്റെ ഹുയാൻസാങ്ങിൻ്റെ യാത്രാവിവരണങ്ങളിലൂടെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാജ്യത്തിന് പുറത്തും വ്യാപിച്ചു. പ്രജകളും സാമന്തന്മാരും രാജാവിനെ നല്ല മനസ്സോടെ അനുസരിച്ചിരുന്നു എന്ന് ഹുയാൻസാങ് അദ്ദേഹത്തിൻ്റെ ലിഖിതത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ വിവരിക്കുന്നുണ്ട്. പേർഷ്യൻ രാജാവായിരുന്ന ഖുസ്രു രണ്ടാമൻ പുലികേശി രണ്ടാമനുമായിട്ട് നയതന്ത്രബന്ധം പുലർത്തിയിരുന്നു എന്നും മുസ്ലിം ചരിത്രകാരനായ തബരി പരാമർശിക്കുന്നു. അജന്ത ഗുഹകളിലെ ചിത്രങ്ങളിൽ ഒന്നിൽ ഒരു പേർഷ്യൻ അംബാസഡർ പുലികേശിക്ക് ഖുസ്രുവിൻ്റെ കത്ത് നൽകുന്ന ചിത്രവുമുണ്ട്. പുലികേശി രണ്ടാമൻ്റെ മരണശേഷം ചാലൂക്യ സാമ്രാജ്യം ക്ഷയിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമി വിക്രമാദിത്യൻ്റെ കാലത്ത് തലസ്ഥാനമായ വാതാപി പല്ലവ ഭരണാധികാരി കൊള്ളയടിച്ചു. വിക്രമാദിത്യൻ ഒന്നാമന് ശേഷം സാമ്രാജ്യത്തിൻ്റെ പതനം ക്രമേണ
പ്രതാപം ക്രമേണ കുറഞ്ഞു വന്ന് പതനം കൂടി വരികയും ചെയ്തു. 8-ാം നൂറ്റാണ്ടോടെ രാഷ്ട്രകൂടർ അധികാരത്തിൽ വന്നു. ഇത് ഡക്കാനിലെ ചാലൂക്യരുടെ ആധിപത്യം അവസാനിപ്പിച്ചു. രാഷ്ട്രകൂട രാജാവായ ദന്തിദുർഗ ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ ഭരണാധികാരികളെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. എല്ലാം നമുക്കൊന്ന് പേരുകളൊന്നും കാണാൻ പഠിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകുക. അതിൽ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോട്ട് വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഈ യൂണിറ്റിന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ കാണൂ. ഓക്കെ, താങ്ക്സ്.